അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ് ചേരുന്നുണ്ട്. അപ്പോൾ കൃഷ്ണദാസ്, ഒരുപക്ഷെ താങ്കൾക്ക് ഈ പ്രകടന പത്രിക, കോൺഗ്രസിൻ്റെ പ്രകടന പത്രിക കാണുമ്പോൾ ഒരു സന്തോഷം തോന്നും. കാരണം നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് CAA. 370 നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതോടൊപ്പം തന്നെ മറ്റു പല വിഷയങ്ങളും, സിവിൽ കോഡ് അടക്കമുള്ള വിഷയങ്ങൾ പരാമർശിക്കപ്പെടരുത്, ഈ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയങ്ങളൊന്നും ചർച്ചയാകരുത് എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് BJP. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രകടന പത്രിക ഒരുപക്ഷെ മുഖ്യമന്ത്രി പറയുന്നത് പോലെ തന്നെ സംഘപരിവാർ മനസ്സായി കോൺഗ്രസ്സുകാർ മാറിയിരിക്കുന്നു. അവരുടെ പ്രത്യയശാസ്ത്രം ഒരു തീവ്ര ഹിന്ദുത്വത്തിന് കുടപിടിക്കുന്ന തരത്തിൽ മൃദു ഹിന്ദുത്വ സമീപനത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ആ വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിൽ തന്നെയാണ് പ്രകടന പത്രിക വരികയും ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ ചുവട് പിടിച്ചാണ് പ്രകടന പത്രിക എന്ന് ഒരു ആരോപണവും വന്നു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് താങ്കൾ ഈ കോൺഗ്രസ് പ്രകടന പത്രികയെ കാണുന്നത്, അഡ്വക്കേറ്റ് പി കൃഷ്ണദാസ്? കോൺഗ്രസ് പ്രകടന പത്രികയെ കുറിച്ച് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി 2 ഘട്ടങ്ങളിലായി പറഞ്ഞു കഴിഞ്ഞല്ലോ. കോൺഗ്രസിന്റെ പ്രകടന പത്രിക നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ആ പ്രകടന പത്രികയുടെ, എന്റെ കയ്യിലുള്ളത് ഇംഗ്ലീഷ് വെർഷനായിട്ടുള്ള പ്രകടന പത്രികയാണ് പറയുന്നത്. അതിന്റെ 9ാമത്തെ പേജിന്റെ 1ഉം 2ഉം ഖണ്ഡികകളിലായിട്ടാണ് അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഉപോത്ബലകമായിട്ടുള്ള വിഷയങ്ങൾ കൊടുത്തിട്ടുള്ളത്. കോൺഗ്രസിന്റെ പ്രകടന പത്രിക എന്താണ് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്? ഇതിൽ അവർ പ്രധാനമായും പറയുന്നത് റിലീജിയസ് ആൻഡ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ, അതോടൊപ്പം തന്നെ ഭരണഘടന ഞങ്ങൾ സംരക്ഷിക്കും. നമ്മൾ ഇതൊക്കെ വളരെ രസകരമായി കാണേണ്ട ചില വിഷയങ്ങളാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ബഹുമാനപ്പെട്ട ശ്രീ സമ്പത്ത് സൂചിപ്പിച്ച ചില വിഷയങ്ങളോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ അവർ പറയുന്ന ഒരു അവരുടെ 9ാമത്തെ പേജിലാണ് തുടക്കത്തിൽ അതിനെ സംബന്ധിച്ച് പറയുന്നത്. 8ാമത്തെ പേജിലല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ അവർ ആർട്ടിക്കിൾ 15, 16, 25, 26, 28, 29, 30 എന്നെല്ലാം പറഞ്ഞു പോവുകയാണ്. അതെല്ലാം ഞങ്ങൾ സംരക്ഷിക്കും. എനിക്ക് കോൺഗ്രസ്സുകാരോട് വിനീതമായി ചോദിക്കാനുള്ളത്, നിങ്ങൾക്കപ്പോ ആർട്ടിക്കിൾ 14ഉം ആർട്ടിക്കിൾ 19ഉം ആർട്ടിക്കിൾ 21 സംരക്ഷിക്കപ്പെടേണ്ടേ? ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒന്നായി കാണുന്ന, എല്ലാ ജനങ്ങൾക്കും അവരുടെ അവകാശങ്ങൾ കിട്ടുന്ന, എല്ലാ ജനങ്ങൾക്കും അവരുടെ സ്വാതന്ത്ര്യം കിട്ടുന്ന, എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള, എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള ഈക്വലായി അവകാശങ്ങൾ കിട്ടുന്ന ഒരു സമൂഹത്തെ കുറിച്ച് നിങ്ങൾക്ക് സങ്കല്പമില്ലേ? അങ്ങനെ കാണേണ്ടതില്ലേ? അത് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടിലൂടെ മാത്രമേ ഈ രാജ്യത്തെ ജനങ്ങളെ കാണാൻ വേണ്ടിയാണോ കോൺഗ്രസിന്റെ പ്രകടന പത്രിക? മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഭരണഘടന സംരക്ഷിക്കും എന്നാണ് ഒരു ഘട്ടത്തിൽ അവർ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് കോൺഗ്രസ്സുകാരോട് വിനീതമായി ചോദിക്കാനുള്ളത്, നിങ്ങൾ അധികാരത്തിലിരുന്ന ഘട്ടത്തിൽ ഭരണഘടന പൊളിച്ചെഴുതുന്നു BJP എന്നാണല്ലോ നിങ്ങൾ നിങ്ങളുടെ പ്രകടന പത്രികയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. എത്ര തവണയാണ് ഭരണഘടന അമെന്റ്മെന്റ് വിധേയമായിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ അമെന്റ്മെന്റിന് ഭരണഘടന വിധേയമായിട്ടുള്ളത് കോൺഗ്രസിന്റെ ഭരണകാലഘട്ടങ്ങളിലല്ലേ? അത് മാത്രമല്ല, അതിന്റെ പ്രിയാമ്പിൾ അടക്കം മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിച്ചത് കോൺഗ്രസ് അല്ലേ? ഇനി അതിനേക്കാളൊക്കെ അപ്പുറത്ത് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സ്വാതന്ത്ര്യവും സമത്വവും, അതല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ അടിത്തൂണുകളായിട്ടുള്ള അതിന്റെ പ്രധാനപ്പെട്ട പില്ലേഴ്സ് ആയിട്ടുള്ള മുഴുവൻ ഘടകങ്ങളും, അത് പത്രമാധ്യമങ്ങളടക്കം, ഇതിന്റെ എല്ലാം സ്വാതന്ത്ര്യം 1975-ലും 76-ലും 77-ലും എല്ലാം എവിടെ പോയിരിക്കുകയായിരുന്നു? 19 മാസക്കാലം ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ തന്നെ അട്ടിമറിച്ച പാരമ്പര്യമുള്ളവരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ. അതേ നേതാക്കന്മാരുടെ പിൻബലം പറ്റിക്കൊണ്ടാണ് ഇപ്പോ ഖാർഗെയുടെയും അതുപോലെ തന്നെ ശ്രീ രാഹുൽ ഗാന്ധിയുടെയും എല്ലാം ചിത്രം വെച്ചുകൊണ്ട് ഞങ്ങൾ ഭരണഘടന സംരക്ഷിക്കും എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ആർട്ടിക്കിൾ 370 അവിടെ നിൽക്കട്ടെ. ആർട്ടിക്കിൾ 356 വകുപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഗവൺമെന്റുകളെ ഏറ്റവും കൂടുതൽ പിരിച്ചുവിടപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നിഷ്കരുണം ഭൂരിപക്ഷത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഗവൺമെന്റുകളെ നിഷ്കരുണം പിരിച്ചുവിട്ടിട്ടുള്ള ചരിത്രം അത് കോൺഗ്രസിന്റെ ഭരണകാലഘട്ടത്തിൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു ഭരണകാലഘട്ടത്തിലും 356 വകുപ്പ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സർക്കാരിനെതിരെ പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പൊ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുക, ജനങ്ങൾക്ക് സ്വതന്ത്രമായി ഒറ്റ മനസ്സോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യത്തെ ഇല്ലായ്മ ചെയ്യുക. ശ്രീ സമ്പത്ത് സൂചിപ്പിച്ച ആർട്ടിക്കിൾ 370 എന്തായിരുന്നു? ആർട്ടിക്കിൾ 370യുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വിഷയം, ഈ രാജ്യത്തെ ജനങ്ങളെ 2 തട്ടിൽ നിർത്തിക്കൊണ്ട്, സംസ്ഥാനങ്ങളെ 2 തട്ടിൽ നിർത്തിക്കൊണ്ട്, ഒരു പ്രത്യേക സംസ്ഥാനത്തിന് പ്രത്യേകമായിട്ടുള്ള പദവി നൽകിക്കൊണ്ട് നിരന്തരമായി പ്രീണനത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക. BJP ഞങ്ങൾ ചെയ്തതാണ്. ആ വകുപ്പ് എടുത്ത് മാറ്റി ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ, ഇപ്പൊ കാശ്മീരിൽ പോകുന്ന ആർക്കെങ്കിലും തടസ്സമുണ്ടോ? തീവ്രവാദപരമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ അവിടെ നിരന്തരമായി നടക്കുന്നുണ്ടോ? ഈ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളിലും ആളുകൾക്ക് സ്വതന്ത്രമായി സമാധാനപരമായി പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം രാജ്യത്ത് ഒരുക്കുക എന്നുള്ളതാണ്.
ഒരുക്കാൻ BJP ബാധ്യസ്ഥമാണ്. അത് ഞങ്ങൾ കൊണ്ടുവന്നു. അതിലൊരു ഒരു ഒരു പ്രശ്നവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. ഇനി 370 വകുപ്പിന്റെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിൽ, അത് എടുത്തു കളഞ്ഞതിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, നമ്മുടെ രാജ്യത്ത് എന്തിനായിരുന്നു അങ്ങനെ ഒരു വകുപ്പ് തുടങ്ങിയത് എന്നുള്ളതിന്റെ ചരിത്രം നോക്കട്ടെ. നെഹ്റുവിന്റെ ഭരണകാലഘട്ടത്തിൽ, അതിന്റെ തുടക്ക കാലഘട്ടത്തിൽ വീണ്ടും കാശ്മീരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ നിരന്തരമായി നിലനിൽക്കണം. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നമ്മുടെ അതിർത്തി പ്രശ്നങ്ങൾ നിരന്തരമായി നിലനിൽക്കണം. ഇതൊരു പ്രത്യേക പ്രദേശമായി കണ്ടുകൊണ്ട് ആളുകളെ വേറിട്ട് നിർത്തി അതിനുവേണ്ടിയുള്ള ചർച്ചകൾ ഉണ്ടാക്കണം. അങ്ങനെ ഒരു ധാരണ ഉണ്ടാകുമ്പോൾ ഈ രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിലും ആ തരത്തിൽ ഒരു ധാരണ ഉണ്ടാകും. വിഘടനവാദത്തിന്റെ, വിഭജനത്തിന്റെ എല്ലാം ഒരു വിത്ത് പാകാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് അല്ല, അതിപ്പോ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ. അതുകൊണ്ട് താങ്കൾ ഈ പറഞ്ഞ വിഭജനത്തിന്റെ വിത്തുകൾ വാങ്ങുന്നതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണം നമ്മൾ കണ്ടു. കച്ചിത്തീവ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇപ്പോൾ മോദി ചെയ്തിരിക്കുന്നത്.